മച്ചാമരെ വണ്ടിക്കാരാണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് പെട്ടെന്നൊരു കോള് വന്നിക്ക്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സുഹൃത്തിന് സുഖമില്ലായിട്ട് ഇപ്പോൾ ലോറിയിൽ വേറെ ഡ്രൈവറായിട്ട് പോകുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ കോഴിക്കോട് മാർക്കറ്റിലേക്ക് പുതിയങ്ങാടി. അപ്പോൾ അരിയും ലോഡും സാധനമൊക്കെ കയറ്റണം. അപ്പോൾ ഇന്നത്തെ വിശേഷം കോഴിക്കോട് മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ തന്നെ നിന്നോളി. ഈ കുറി ഇപ്പോൾ എന്താ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നൊരു വേറെ ദിവസം കൂടിയാണ്, ഇന്ന് വണ്ടിക്കാരൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷും കൂടി ചെയ്താളേ. ബാക്കി വിശേഷം കാണാം. മച്ചന്മാർ ഇതാട്ടോ ഇന്നത്തെ വണ്ടി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ലോറിയാന്ന് ഇതിൽ കൂട്ടുകാരക്കിയത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വലിയങ്ങാടി മാർക്കറ്റിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഇന്നിപ്പോൾ കൂടെ ജിൻഷാദും മൂപ്പറെ ബാപ്പയും പിന്നെ നമ്മളൊരു പണിക്കാരെന്ന് പറഞ്ഞോടാ നമ്മൾ ഏട്ടൻ മൂപ്പറ ഒരാളുണ്ട്. മൂപ്പറ വേക്കിലാള് പിന്നെ ജിൻഷാൻ്റെ ബാപ്പേനെ വെയിറ്റ് ചെയ്യേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിതാ വണ്ടി കണ്ടില്ലേ, വണ്ടിയിലുള്ളിലാട്ടോ. ഇത് നമ്മളെ ടാറ്റേൻ്റെ 400 എന്നൊക്കെ പറയുന്ന മോഡലില്ലേ ആ ലോറിയാണ്. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ ജിൻഷാ നമ്മളെ മെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വലിയങ്ങാടി മാർക്കറ്റൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലെ ചായക്കട കേട്ടോ. ഇപ്പോൾ വന്നമാട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഇനി കുറച്ച് ചായ ഒന്നും കുടിക്കാൻ സമയം കിട്ടുമല്ലോ. അപ്പോൾ വണ്ടിക്കാരും പിന്നെ അതുപോലെ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഈ മുമ്പൊക്കെ വീട്ടിൽ ചായ കുടിക്കല്ലോ എടുക്കുക. ഇതാ നല്ലൊരു അയില പൊരിച്ച്, ഒരു അയിലച്ചാറും 2 പൊറാട്ടയും. അപ്പം മാർക്കറ്റിനുള്ള വിശേഷം കുറച്ച് കഴിഞ്ഞ് കാണിച്ചു കേട്ടോ. അതിന് ചായ നോക്കിയാട്ടെ. മച്ചന്മാർ നമ്മളെ വണ്ടി അതാടെ നിൽക്കുന്ന ഇവിടെ കണ്ടില്ലേ, ഫുള്ള് വണ്ടികളാട്ടോ. ഇവിടെ ഓരോ ലോഡ്, ഈ വലിയ ലോറികൾ ഇവിടുന്ന് ലോഡ് ഇറക്കാൻ വന്നതാണ്. പിന്നെ ചെറിയ ചെറിയ ലോറികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇവിടുന്ന് ലോഡ് കയറ്റാൻ വന്നതാണ്. അപ്പോൾ അതാണ് മെയിനുള്ള മാർക്കറ്റ്. അത് കോഴിക്കോടിലെ വലിയങ്ങാടി മാർക്കറ്റ്. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഇവിടെയാണ് മെയിനായിട്ട് എത്തുക. ഇവിടെ ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞത് എന്താ വെച്ചാൽ പുലച്ചയ്ക്കാണ് കൂടുതലായിട്ട് വണ്ടികൾ വന്ന് സാധനം കൊണ്ടുപോകുക. അപ്പോൾ ഇപ്പം കുറച്ച് വണ്ടികൾ കുറവാണ്. നമ്മളെ വണ്ടി ഇപ്പോൾ ലോഡാണെങ്കിൽ എന്തായാലും ഉച്ചയാവും. നമുക്ക് ഒരുപാട് അരി സാധനങ്ങൾ, പിന്നെ എന്താ പറയുക പഞ്ചസാര, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വണ്ടി കയറാനുണ്ട്. പിന്നെ ഇതാ ഈ ഇരിക്കുന്നതാണ് നമ്മളെ ശ്രീധരട്ടെ. മൂപ്പറാണ് വണ്ടീൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൂപ്പർ ഇവിടെ കുറേ വർഷം. ശ്രീധരട്ടെ എത്ര വർഷം ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്? 35 കൊല്ലം അല്ലേ? 35 കൊല്ലമായിട്ട് ഇവിടെ മാർക്കറ്റിൽ ഇതാ വണ്ടിയായിട്ട് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണല്ലേ. വേറെ വണ്ടി ഉണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ആ സ്ഥിതിഗതി. ഇപ്പോൾ മൂപ്പറാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത്. മൂപ്പർക്ക് ഇവിടെ അറിയാത്തായിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പം പോകുന്നില്ല, കാരണം വണ്ടി ഇവിടെ വെച്ചതിനെ കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. ഇനി സമയമുണ്ടല്ലോ, എന്തായാലും വണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ നിൽക്കും. ഇത് അത്രയും ഭംഗിയാണ് സ്ഥലം. വണ്ടിയിൽ ഞങ്ങൾ അത്ര നീളമുണ്ട്. എന്താ പറയുക, ഒരു 100-800 മീറ്ററോളം ഉണ്ടാവും തോന്നുന്നു. വണ്ടിയിൽ ഇവിടെ ഇപ്പോൾ വണ്ടിയിൽ ഷോപ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക മച്ചന്മാരെ, ഒരു രക്ഷയില്ല. എന്തായാലും ഇനിയിപ്പോൾ ലോഡാവാൻ എന്തായാലും ഒരു ഉച്ച കഴിയും തോന്നും. കാരണം എന്താ വെച്ചാൽ ബില്ലിങ്ങിലാണ്. പിന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും മൂപ്പറുണ്ട് ആടെ കുത്തിരിക്കുന്നത്, ഞാനിപ്പുറം കുത്തിരിക്കുക. എന്തായാലും ഒരു ഉച്ച കഴിയും എന്തായാലും ഇവിടെ ലോഡായ. ഇതൊരു അരിച്ചാക്കല്ല, ഒരു ചാക്ക് കിട്ടി അതിനെ വിളിക്കും. ഇന്ന് മുണ്ടൊക്കെ കേട്ടോ, ലോറിയിലൊക്കെ നേരം മുണ്ടൊക്കെ എടുത്ത് വന്നാൽ പോരെ. വണ്ടികൾ ഇങ്ങനെ ലോഡായി പോവുക. നമ്മളൊക്കെ എപ്പോഴായിരിക്കും ലോഡാവുക? ഫുള്ള് വണ്ടി കയറി. ഫുള്ളെന്ന് വെച്ചാൽ അത്രയും വണ്ടിയായി. കാരണം എന്താ, ഇവിടെ വലിയങ്ങാടി മാർക്കറ്റിനാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ സാധനങ്ങൾ പോകുന്നത്. കാരണം ഇവിടെ ഹോൾസെയിൽ റേറ്റാണ്. നമ്മളെ ഷോപ്പിലെ സാധനങ്ങൾ ഇവിടുന്ന് എല്ലാവരും വന്ന് ഷോപ്പുകാരൊക്കെ വന്ന് ബൾക്കായിട്ട് എടുക്കുക ചെയ്യുക മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതിഗതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്തായാലും വീഡിയോയിൽ കാണാം. ഇവിടെ തിരക്കണ്ടില്ലേ, എല്ലാം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വലിയങ്ങാടി കിട്ടും.
അങ്ങനെ നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങി കേട്ടോ. സമയം ഇപ്പോൾ 12:30 12:30 ആയാലാണ് ലോഡ് കയറ്റി തുടങ്ങി തന്നെ. എന്തായാലും ഒരു 2 മണിയാകുന്നേക്ക് ലോഡ് ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അത് അപ്പോൾ 3 ചാക്ക് അരി കയറ്റിക്കും. പിന്നെ ഏട്ടൻ 30 ആടുന്ന് കണ്ടില്ലേ, ആ ഷോപ്പിൽ നിന്ന് ഓരോ അരി സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. പിന്നെ പഞ്ചസാര കയറ്റാണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉള്ളി കയറാണ്ട്. എന്തായാലും വണ്ടി ഫുൾ ലോഡായി. ഇനിയിപ്പോൾ എന്തായാലും ലോഡാക്കിയിട്ട് വണ്ടീൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ കണക്കൂട്ടലും തെറ്റി മച്ചാമാരെ. സമയം ഇപ്പോൾ 1:45. വണ്ടി ലോഡാവുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ബേക്കോക്ക് കാണുന്നുണ്ട് നിങ്ങൾ, ഒരു 3/4 ഭാഗം ലോഡായി. ഇനി ലോഡാണ്ട്. ഞാൻ വണ്ടിക്ക് ഒരു വണ്ടി ഇങ്ങനെ ഒരുപാട് ഷോപ്പിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കണമല്ലോ. ലോഡാകും എന്തായാലും. ഒരു 2-3 മണിയാണെങ്കിൽ ലോഡാന്ന് വിചാരിക്കും. എല്ലാ സമയം മാറി. ഇനി ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്ത് പോകണം. ഇതിൻ്റെ ഉള്ളിൽ വേറെ വലിയ ഹോട്ടലില്ല. രാവിലത്തെ ചായേൻ്റെ ഹോട്ടലുള്ളൂ. അപ്പം എന്തായാലും കുറച്ചായി. ഒരു 3 മണി 4 മണിയാണെങ്കിൽ ചോറെങ്കിലും കിട്ടിയില്ലേ. അങ്ങനെ മച്ചാന്മാരെ ഇപ്പോൾ സമയം 3 മണിയായി. 3 മണിയായിരുമ്പോൾ വണ്ടി ഏകദേശം ലോഡായിട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വെച്ചുകൊണ്ട് ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.